നമസ്കാരം. നമ്മുടെയൊക്കെ ജീവിതം തീർത്തും ക്ഷണികമാണ്. നാം ഈ ഭൂമിയിൽ വന്ന് ജീവിക്കുമ്പോൾ, ആ ഭൂമിയിലെ ജീവിതം കണ്ട് നമ്മൾ ആസ്വദിക്കുമ്പോൾ, നിരാശപ്പെടുമ്പോൾ, ദുഃഖിക്കുമ്പോൾ, നാം ഇതിനു പുറകിലുള്ള യഥാർത്ഥ സത്യം നമ്മൾ അറിയുന്നില്ല. നമ്മളിവിടെ എന്തിനു വന്നു, നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്കിതിൻ്റെ നേട്ടമെന്താണ് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഭഗവാൻ ശ്രീബുദ്ധനെ കുറിച്ചാണ്. ഭഗവാൻ ശ്രീബുദ്ധൻ, ആ മഹാ വ്യക്തി, സിദ്ധാർത്ഥ രാജകുമാരനിൽ നിന്നും ബുദ്ധനായ കഥ നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്നു, അല്ലാതെ വായിക്കുന്നു. ബുദ്ധനെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ബുദ്ധൻ്റെ കഥകൾ അറിയാം. ബുദ്ധൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം, ആ സംഭവമാണ് ബുദ്ധനെ ചിന്തിപ്പിക്കുന്നതും ചിന്തിപ്പിച്ചതും ബുദ്ധനായി മാറുവാൻ സാഹചര്യമൊരുക്കിയതൊക്കെ. ബുദ്ധൻ്റെ കഥ നമുക്കറിയാം, എങ്കിലും വളരെ ചെറുതായി നമുക്കതൊന്ന് ഓർമ്മിക്കാം. എല്ലാ സുഖസൗകര്യങ്ങളുടെയും നടുവിൽ ആനന്ദത്തോടെ ജീവിച്ചിരുന്ന സിദ്ധാർത്ഥ രാജകുമാരൻ ഒരിക്കലും തൻ്റെ മകൻ ഒരു ദുഃഖങ്ങളും അറിയരുത് എന്ന് മനസ്സിലുറപ്പിച്ച് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും നൽകിയിരുന്ന പിതാവ്, പക്ഷേ ഒരിക്കൽ നാടു കാണാൻ ഉള്ള ഒരു സവാരിക്കിടയിൽ സിദ്ധാർത്ഥ രാജകുമാരൻ വൃദ്ധനായ, മെലിഞ്ഞുണങ്ങിയ, രോഗബാധിതനായ ഒരു മനുഷ്യനെ കാണുകയും ആ മനുഷ്യനെ കാണുമ്പോൾ അത്ഭുതത്തോടുകൂടി, ഇതെന്തവസ്ഥയാണ്, ഇങ്ങനെയും മനുഷ്യരുണ്ടോ, ഈ അവസ്ഥ അദ്ദേഹത്തിന് മാത്രമാണോ അതോ എനിക്കും വന്നു ചേരുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ സാരഥി ചന്ദൻ മറുപടി പറയുന്നത് ഇപ്രകാരമാണ്: രാജകുമാര, അങ്ങേക്ക് മാത്രമല്ല, ലോകത്തിലെ സകല ജീവജാലങ്ങളും മാറ്റത്തിന് വിധേയമാണ്. നാം എല്ലാവരും മാറി മാറിക്കൊണ്ടിരിക്കും. നമുക്ക് പ്രായം കൂടും. നമ്മളുടെ ശരീരം ചെറുപ്പക്കാരൻ്റേതുപോലെ എന്നും ഉണ്ടാവില്ല. തൊലി ചുളിയും, രോഗങ്ങൾ ബാധിക്കും, മുടി നരയ്ക്കും. അങ്ങനെ ഒരിക്കൽ നമ്മളെല്ലാവരും മരണപ്പെടുകയും ചെയ്യും. ഈയൊരു സംഭവം ബുദ്ധനെ വല്ലാതെ ചിന്തിപ്പിച്ചു. ബുദ്ധൻ പിന്നീടുള്ള ദിവസങ്ങളിൽ ചിന്തിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ എനിക്കും ഈ ജീവിതത്തിൽ മരണം ഉണ്ട്, ഈ ശരീരത്തിന് മരണമുണ്ട്, എനിക്കും വാർദ്ധക്യം എന്നെ പിടികൂടും എങ്കിൽ ഈ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? ശാശ്വതമായി എന്തെങ്കിലും ഉണ്ടോ? മാറി മാറിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ വികൃതികൾ ഒന്നും സ്ഥായിയായി നിൽക്കുന്നില്ല. ബുദ്ധന് നിരാശയും വേദനയും ഉണ്ടാകുന്നു. ഒരു രാത്രിയിൽ ബുദ്ധൻ തൻ്റെ പ്രിയ പത്നിയെയും മകനെയും ഉപേക്ഷിച്ച് കൊട്ടാരം വിട്ടു പോവുകയും പിന്നീടുള്ള യാത്ര എന്നും നിലനിൽക്കുന്ന പരമമായ ഒരു സത്യമുണ്ടോ എന്ന് അന്വേഷിക്കുകയും വർഷങ്ങൾക്കൊടുവിൽ അത് എല്ലാ ശ്രമങ്ങളും ഉപേക്ഷിച്ച് വിശ്രമിച്ച
ഒരു രാത്രിയിൽ ആ സത്യം തെളിഞ്ഞു വരികയും അതിന് മരണമില്ലെന്ന് അറിയുകയും ആ സിദ്ധാർത്ഥ രാജകുമാരൻ ബുദ്ധനായി മാറുകയും ചെയ്തു. ഈ കഥ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ്. നമുക്ക് ഒരുപക്ഷെ എല്ലാം അറിയാം. നമ്മളൊരാളോട്, ഒരു വ്യക്തിയോട് ഒരു കാര്യം പറയുമ്പോൾ ആ വ്യക്തിക്കും ആ കാര്യം അറിയാം. പക്ഷേ ആ വ്യക്തി അതിനെക്കുറിച്ച് ഉൾക്കാഴ്ചയില്ലാത്തവനാണ്. അതിനെക്കുറിച്ച് ആന്തരികമായി ചിന്തിക്കുന്നില്ല, വ്യാപ്തിയിൽ അതിനെ കണക്കിലെടുക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. ഒരു വ്യക്തിക്ക് മാറ്റം വരുന്നു, വയസ്സാകുന്നു, അദ്ദേഹത്തിൻ്റെ രൂപഭാവങ്ങൾക്ക് ഭേദം സംഭവിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കിയ സിദ്ധാർത്ഥ രാജകുമാരൻ ഒരു ബുദ്ധനായി മാറി. ബുദ്ധൻ എന്ന് പറഞ്ഞാൽ ബോധോദയം സിദ്ധിച്ച ഒരു വ്യക്തി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ബുദ്ധൻ, നമുക്കാരെയും ബുദ്ധനെന്ന് വിളിക്കാം. നമ്മളും ബോധോദയം പ്രാപിച്ചാൽ നമ്മളും ബുദ്ധനാണ്. ഞാൻ പറയുന്നത്, നമ്മുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ, നമ്മുടെ ഇടയിലൊക്കെ എത്രയോ ആളുകൾ നിത്യേന മരിക്കുന്നു. പത്രമെടുത്താൽ മരിച്ചവരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്ന ഒരു പേജ് തന്നെ പത്രത്തിലുണ്ട്. ഒരു പക്ഷേ നമുക്ക് പരിചിതമല്ലാത്ത മുഖങ്ങളായതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഒന്നും നമുക്ക് തോന്നാറില്ലായിരിക്കാം. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മൾ നന്നായി തിരിച്ചറിയുന്നവർ, ഇന്നലെ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ, ഇന്നലെ കണ്ട് സംസാരിച്ചിരുന്നവർ പലരും പൊടുന്നനെ അപ്രത്യക്ഷമാകുന്നത് നമ്മൾ നിത്യേന കാണുന്നു. നമ്മൾ ആ മരണവീട്ടിൽ പോകുന്നു. അവിടെ വളരെ വിഷാദം ഭാവിച്ചിട്ടാണോ അല്ലെങ്കിൽ ഉണ്ടായിട്ടാണോ എന്നറിയില്ല. ആ ശവശരീരത്തിനരികിൽ നമ്മൾ വളരെ വിഷാദത്തോടു കൂടി നിൽക്കുന്നു. നമ്മൾ അയ്യോ എന്താ സംഭവിച്ചത്, ഇത്ര പെട്ടെന്ന് കടന്നുപോയോ എന്നൊക്കെ നമ്മൾ എന്തൊക്കെയോ പറയുന്നു. നമ്മൾ അവിടെ നിന്ന് കടന്നു പോരുന്നു. കുറച്ച് സമയം നമുക്കൊക്കെ ഒരു ദുഃഖം തോന്നുന്നു. ഓ, മരിച്ചുപോയി എന്ന് തോന്നുന്നു. വീണ്ടും ദിവസങ്ങൾ കഴിയുന്നതോടെ നമ്മൾ പഴയപടിയിലായി, പഴയ രീതിയിലേക്ക് പോകുന്നു. ഇത് നമ്മുടെ ജീവിതത്തിലൊക്കെയുള്ള ഒരു അനുഭവമാണ്. എത്ര വലിയ ആളായിരുന്നാലും, എത്ര ഉന്നത വ്യക്തിത്വമായിരുന്നാലും, എത്ര സ്വാധീനമുള്ളായിരുന്നാലും, എത്ര പണമുണ്ടായിരുന്നാലും, മരണം ഒരിക്കലും വന്ന് നമ്മളോട് ചോദിക്കാറില്ല, ഞാൻ മരണമാണ്, നിന്നെ കൊണ്ടുപോകട്ടെ എന്നൊന്നും. ഈ മരണം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഈ ഭൂമിയിൽ വന്ന് എത്രയോ അധികം കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി വാങ്ങി അല്ലെങ്കിൽ ഓരോ ബിസിനസ് ചെയ്ത് അതിലൂടെയൊക്കെ സമ്പാദിച്ച് നേടിയ സ്വത്ത്, അതിലൂടെയൊക്കെ നേടിയെടുത്ത സുഖസൗകര്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നൽകുന്ന, ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന, നമ്മളുടെ വിലയുണ്ടെന്ന് കരുതുന്ന എല്ലാ വസ്തുക്കളും ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് ആ വ്യക്തി മരണത്തിലേക്ക് മടങ്ങുന്നത്. ഇത് കേൾക്കുന്ന ഓരോരുത്തരും, പറയുന്ന ഞാനും, നമ്മളൊക്കെ പോകേണ്ടവരാണ്. നമുക്ക് തോന്നുന്നത് നമ്മൾ അടുത്ത് മരിക്കില്ല. അങ്ങനെയാണോ? അല്ലെങ്കിൽ മരിച്ചാൽ ഇവിടെ നിന്നെല്ലാം കൊണ്ടുപോകാം
എന്നാണോ? ആദ്യം നമ്മൾ ഈ സത്യം മനസ്സിലാക്കുക. ഒരുപക്ഷെ നമുക്ക് കേൾക്കാൻ ആഗ്രഹിക്കാത്ത, കേൾക്കാൻ ഇഷ്ടം തോന്നാത്തൊരു വിഷയമായിരിക്കും ഇത്. മരണത്തെക്കുറിച്ച് സംസാരിക്കുക, എത്രയോ നല്ല കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞൂടെ? പക്ഷെ ആദ്യം നമ്മൾ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ, ഈ സത്യം നമ്മൾ ഗ്രഹിച്ചില്ലെങ്കിൽ, പിന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കിയിട്ടും യാതൊരു കാര്യവുമില്ല. നമ്മളിവിടെ നിന്ന് പോകേണ്ടവരാണ്. ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ ഇഷ്ടം ചോദിച്ചിട്ടല്ല. നമ്മളിവിടെ വന്നു, 1, 2, 3 വയസ്സ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ പ്രായം കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഓ ഞാനിവിടെയാണ്, എൻ്റെ അച്ഛൻ ഇതാണ്, എൻ്റെ അമ്മ ഇതാണ് എൻ്റെ വീട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളിവിടെ വരികയും നമ്മളിവിടെ ജീവിക്കുകയും ചെയ്തപ്പോൾ ആരും നമ്മോട് അനുവാദമൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഭൂമി എന്ന് പറയുന്ന ഒരു ഗ്രഹം 24 മണിക്കൂർ കൊണ്ട് ഒരു തവണ തിരിയുകയും 365 ദിവസം കൊണ്ട് സൂര്യൻ എന്ന് പറയുന്ന ഒരു വലിയ ഗ്രഹത്തെ പ്രദക്ഷിണം ചെയ്യുകയും ചെയ്യുന്നു. ഈ ശൂന്യതയിൽ, ഈ പ്രപഞ്ചത്തിൽ ഒഴുകി നടക്കുന്ന ഒരു ഗ്രഹത്തിലാണ് നമ്മളൊക്കെ. ഈ ഗ്രഹത്തിനുള്ളിലാണ് നമ്മുടെ സമ്പാദ്യങ്ങളും നമ്മുടെ എല്ലാ സ്വത്ത് വകകളും കിടക്കുന്നത്. ഇതിൽ നിന്നും ഒന്നുമെടുക്കാതെ ഏത് സമയത്താണെന്ന് പോലും അറിയാതെ നമ്മളെ വിളിച്ചു കൊണ്ടുപോകാൻ മരണം നമ്മളോട് കൂടെയുണ്ട്. പണത്തിൻ്റെയും പ്രശസ്തിയുടെയും അധികാരത്തിൻ്റെയും ബലമുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്കതിൻ്റെ ബഹുമതികൾ കിട്ടും. ഞാനൊരു പണക്കാരനാണെങ്കിൽ, ഞാനൊരു പ്രശസ്തനാണെങ്കിൽ ഒക്കെ എനിക്ക് ചില സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ബഹുമതിയും മുൻഗണനയും കിട്ടും. പക്ഷെ മരണത്തിൽ അത് കിട്ടുന്നില്ല. മരിച്ചു കിടക്കുന്ന ഒരാൾ, അത് ലോകം മുഴുവൻ കീഴടക്കിയ ഒരാളായിരുന്നാലും ഒന്നും നേടാത്ത ഒരു പാവപ്പെട്ടവനായിരുന്നാലും ഒരുപോലെയാണ്. അപ്പോൾ നമ്മൾ ബുദ്ധ ഭഗവാന് ഒരു വ്യക്തിയെ, ഒരു വയസ്സായ, ക്ഷീണിച്ച് അവശനായ, രോഗിയായ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ ഈ ജീവിതത്തിനോട് തോന്നിയത് വിരക്തിയാണ്, വൈരാഗ്യമാണ്. ഈ ജീവിതം നശ്വരമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ ജീവിതത്തിൽ നിന്നും ഒന്നും കൊണ്ടുപോകാനാവില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ബുദ്ധനായി മാറി. ബുദ്ധനാവുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരിക്കലും മരിക്കാത്തതും, ഒരിക്കലും ജനിക്കാത്തതും, ഒരിക്കലും അസ്തമിക്കാത്തതും, കാണുന്നതെല്ലാം ഇല്ലാതായാലും ഏതൊന്ന് നിലനിൽക്കുന്നുവോ ആ പാരമാർത്ഥികമായ സത്യം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട്. അതാണ് ഞാൻ, ആ ബോധമാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്, അതുകൊണ്ടാണ് ഈ ശരീരം നവമായിരിക്കുന്നത്. അത് ഈ ശരീരത്തിൽ നിന്നും വേർപെട്ടു പോകുമ്പോൾ ശരീരത്തിന് മരണം സംഭവിക്കുന്നു. ഇത് ബുദ്ധൻ തിരിച്ചറിഞ്ഞു. നമ്മളും തിരിച്ചറിയണം. ഞാൻ പലപ്പോഴും പുറമേയൊക്കെ പോകുമ്പോൾ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ആളുകൾ നേടിയെടുക്കാനുള്ള വ്യഗ്രതയിൽ ചിലപ്പോൾ ഒന്ന് സംസാരിക്കാൻ പോലും അവർക്ക് സമയമില്ല. ഒരു 10 മിനിറ്റ് സമയം അവർക്ക് ശാന്തമായി ഇരുന്ന് പ്രകൃതിയിലേക്ക് നോക്കി ഇളം വെയിലിനെ ഒന്ന് പ്രണയിക്കാൻ, കാറ്റിനെ ഒന്ന് സ്നേഹിക്കാൻ, മഞ്ഞുതുള്ളിയെ ഒന്ന് കണ്ട് സംസാരിക്കാൻ
അവർക്ക് സമയമില്ല. അവരെവിടേക്കാണ് ഓടുന്നത്? എന്ത് നേടുവാനാണ് ഓടുന്നത്? നമ്മൾ ഈ മരണം കാണുമ്പോൾ ആ മരണം നമുക്കുള്ള പാഠങ്ങളാണ്. സ്കൂളിൽ നിന്നും കോളേജുകളിൽ നിന്നും നമ്മൾ പഠിച്ചിറങ്ങുന്ന ഒരുപാട് വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസത്തിന് ഒരിക്കലും നമ്മളെ ബുദ്ധനാക്കുവാൻ കഴിയില്ല. അത് ബ്രെയിനിൻ്റെ, തലച്ചോറിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഈ സത്യം അറിയുകയും ഈ സത്യം അറിഞ്ഞിട്ട് നമ്മൾ അധ്വാനിക്കുകയും ജീവിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുക. ഈ സത്യം അറിയാതെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആകുലതകളായിരിക്കും. മറ്റൊരാളെ തോൽപ്പിക്കാൻ, ജീവിതത്തിൽ പലതും നേടിയെടുക്കാൻ, വലിയ വലിയ സ്ഥാനമാനങ്ങളിലേക്ക് ഉള്ള യാത്രകൾ, എന്നും പടയോട്ടങ്ങൾ, യുദ്ധങ്ങൾ. എന്തിനാണത്? ഈ സത്യം മനസ്സിലാക്കിയ ഒരാൾ, അയാളും യുദ്ധം ചെയ്യുന്നവനാണെങ്കിൽ യുദ്ധം ചെയ്യേണ്ടതായി വരാം. പക്ഷേ ആ വ്യക്തിക്ക് ഈ സത്യം അറിയാം. ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. യേശുക്രിസ്തു ബൈബിളിൽ പറയുന്നുണ്ട്, നിങ്ങൾ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. എല്ലാത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണത്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ക്ഷണികമായ ജീവിതത്തിൻ്റെ, ഈ കൊച്ചു ജീവിതത്തിൻ്റെ ഏത് നിമിഷവും മരണത്തിലേക്ക് നമ്മൾ വീഴാം, മരണം നമ്മളെ കവർന്നെടുക്കാം എന്നുള്ള പരമമായ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സ്നേഹത്തോടെ ജീവിക്കുക. എത്ര അറിവുണ്ടായിട്ടും ഈ പാരമാർത്ഥികമായ സത്യം അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കൂ, വിലയിരുത്തൂ. നമ്മൾ ഓരോരുത്തരും മരിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ചലനമറ്റ് നിശ്ചലമായി ഒരു പെട്ടിയിൽ അവർ കിടക്കുന്നു. നമ്മളതിലേക്ക് നോക്കിയിട്ട് അത്ഭുതത്തോടുകൂടി പറയുകയാണ്, എത്ര സജീവമായിരുന്ന ആളുകളായിരുന്നു, എത്രത്തോളം ആക്റ്റീവായ ആളുകളായിരുന്നു, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ നമ്മൾ പറയുന്നു. എന്നാൽ മനസ്സിലാക്കുക, അതുമാത്രമാണ് യഥാർത്ഥത്തിലുള്ള സത്യം. നിങ്ങൾ ഇതിനെക്കുറിച്ച് അല്പമെങ്കിലും ചിന്തിക്കുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം